ഇറാൻ ചരിത്രത്തിന്റെ തന്നെ ഗതി മാറ്റി. ഇറാൻ ഇല്ലായിരുന്നുവെങ്കിൽ ഞങ്ങളെല്ലാരും ജയിലിൽ അടക്കപ്പെട്ടേനെ, ഇസ്രായേലിന്റെ അടിമകളായി പോയേനെ എന്നാണ് ലെബനോനിലെ ഒരു സ്വതന്ത്ര ക്രിസ്ത്യൻ MP ആയിട്ടുള്ള ഏലിയാസ് ജെറേദ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഈ പുള്ളിക്കാരൻ ഇങ്ങനെ പറയുന്നത്? അതിന്റെ റീസൺ സദേൺ ലെബനാനില് ഇപ്പോ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കൂട്ടക്കുരുതി തന്നെയാണ് അതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ് ആയിട്ട് പറയുന്നത്. അതായത് അവിടെ ഗ്രാമങ്ങളിൽ ജീവിച്ചിരുന്ന എല്ലാരും തന്നെ പലായനം ചെയ്തു പോയിട്ടുണ്ട്. അവരുടെ വീടുകളിലേക്ക് അവർക്ക് തിരിച്ചെത്താൻ പറ്റിയിട്ടില്ല. ഇങ്ങനെയുള്ള സിറ്റുവേഷൻ അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോ ഇറാൻ ഹിസ്ബുള്ളയെ സഹായിക്കുന്നത് കൊണ്ടും ഹിസ്ബുള്ള ഈ പറയുന്ന ഇസ്രായേലിനെ സക്സസ്ഫുള്ളി ഡിഫെൻഡ് ചെയ്യുന്നത് കൊണ്ടുമാണ് അവരിന്ന് ജീവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ആ പറഞ്ഞതിന്റെ ഒരു പര്യായം. അത് മാത്രമല്ല, ഇപ്പോ നമ്മുടെ നാട്ടിലൊക്കെ പല ആൾക്കാരും യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന സപ്പോർട്ടേഴ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഈ ലെബനോനിലുള്ള ക്രിസ്ത്യൻ സമൂഹം, ഇപ്പൊ മുസ്ലിങ്ങളെ വിട്ടേക്ക്, ഇപ്പൊ ക്രിസ്ത്യൻ സമൂഹം എന്തായിരിക്കും ഇവരെ സപ്പോർട്ട് ചെയ്യാത്തതിന്റെ കാരണം? അതിന്റെ കാരണം അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഇസ്രായേലികള് ക്രിസ്ത്യൻസിനെ എങ്ങനെയാണ് കാണുന്നത്, ക്രിസ്ത്യാനികളെ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതിന്റെ വീഡിയോസ് കണ്ടാൽ മതി. പല ഒക്കേഷനിലും കുരിശും കൊണ്ടൊക്കെ നടന്നു പോകുന്ന സമയത്ത് ഇവര് നിന്നിട്ട് തുപ്പും ഇവരുടെ നേരെ, അല്ലെങ്കിൽ ഇവരെ കാണുന്ന സമയത്ത് ഇവർ തുപ്പിയിട്ട് പോവും. അത്രക്ക് വിരോധാണ് ഇവർക്ക്. അത് മാത്രമല്ല, ഈ കഴിഞ്ഞ ഇസ്രായേലിന്റെ ലെബനോനിലുള്ള അധിനിവേശത്തില് പുറത്തു വന്നിട്ടുള്ള കുറെ വീഡിയോസും കുറെ ഇമേജസും ഉണ്ട്. അത് ഇപ്പോ മദർ മേരിയുടെ പ്രതിമ തകർക്കുന്നതാണെന്നുണ്ടെങ്കിലും അതിനെ അവഹേളിക്കുന്നതാണെന്നുണ്ടെങ്കിലും പള്ളിയിൽ കയറിയിട്ട് അവിടുത്തെ റിച്വൽ കാര്യങ്ങളൊക്കെ ഇവർ അവഹേളിക്കുന്ന രീതിയിലേക്ക് റീൽസും പോസ്റ്റ് ഇടുന്നതൊക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. എങ്ങനെയാണ് ക്രിസ്ത്യാനികളെ ഇവർ കാണുന്നത്, എന്തായിട്ടാണ് കാണുന്നത് എന്നുള്ളത് അതിൽ നിന്ന് നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. അപ്പൊ ഇവിടെ നിന്ന് നമ്മള് ഇസ്രായേലിനെ നോക്കിക്കാണുന്ന പോലെ ഇസ്രായേൽ കുറെ ആൾക്കാരെ, കുറെ മുസ്ലിങ്ങൾ അവിടെ കൊല്ലുന്നുണ്ട്, തീരുമാനാക്കുന്നുണ്ട്, ഇവിടുത്തെ നമ്മുടെ ശത്രുക്കളാണെന്നൊക്കെ ഉള്ള കാഴ്ചപ്പാട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ കാര്യം അങ്ങനെയല്ല. നമ്മൾ ഇവിടുന്ന് കാണുന്ന രീതിയിൽ നമ്മളിവിടെ ഹേറ്റർ കണ്ടന്റുകൾ കൺസ്യൂം ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ചില ഉന്മാദ സാധനങ്ങളൊന്നും അല്ല യഥാർത്ഥത്തിൽ ഗ്രൗണ്ടിൽ റിയാലിറ്റിയിൽ നടക്കുന്നത് എന്നുള്ളതാണ്. അവിടെ സഫർ ആവുന്നത് യഥാർത്ഥത്തിൽ മുസ്ലിംസ് മാത്രമല്ല, അവിടുത്തെ ക്രിസ്ത്യൻസും അതുപോലെ തന്നെ സഫർ ആവുന്നുണ്ട്. ഇസ്രായേലിന്റെ ഈ പറയുന്ന കിരാതമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഇരയാവുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോ ഇസ്രായേലിന് കയറി അങ്ങ് മേയാൻ പറ്റാത്തതും ഇസ്രായേല് ഗസയിൽ കാണിച്ച അതേ പരിപാടി എക്സാക്ട് അതേ അളവിൽ ലെബനോനിൽ കാണിക്കാൻ പറ്റാത്തതിനും കുറെ റീസൺസ് ഉണ്ട്. അതിൽ പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റീസണുകളിൽ ഒന്ന് എന്ന് പറയുന്നത് ഈ പറയുന്ന ഹിസ്ബുള്ളയുടെ പ്രസൻസ് ആണ്. ഹിസ്ബുള്ള യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഇസ്രായേലിനെ തടയിടുന്നതാണ്. അപ്പോ അതിനു വേണ്ടിയിട്ട് പലതരത്തിലുള്ള ടാക്ടിക്സ് അവര് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഇറാന്റെ സഖ്യം, അല്ലെങ്കിൽ ഇറാൻ തീറ്റിപ്പോറ്റുന്ന ഇറാന്റെ ഏറ്റവും എന്താ പറയാ ഇറാൻ ഏറ്റവും അങ്ങനെ പ്രൗഡ് ആയിട്ട് കാണുന്ന രീതിയിലുള്ള ഇറാന്റെ പ്രോക്സി സംഘടനകള്, അതുവഴി ഇറാഖ് സിറിയ വഴി യഥാർത്ഥത്തില് ആയുധങ്ങളും സമ്പത്തും യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഇറാൻ ആർക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്? ഹിസ്ബുള്ളക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോ അതും കൂടെ ഉപയോഗിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ഇറാൻ പ്രോക്സികൾ ഉപയോഗിച്ചിട്ട് ഈ പറയുന്ന ലെബനോനില് ഇസ്രായേലിന്റെ അധിനിവേശത്തിന് തടയിടുന്നത്. ഇപ്പൊ 2000 നടന്നിട്ടുള്ള വാറിനെ കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം. അതായത് 24 വർഷങ്ങൾക്ക് മുന്നേ, ഇപ്പൊ ഇന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 24 വർഷം മുന്നേ തന്നെയാണെന്ന് കരുതുന്നത്. 24 വർഷങ്ങൾക്ക് മുന്നേ യഥാർത്ഥത്തിൽ ഈ പറയുന്ന സദേൺ ലെബനോനിൽ നിന്നും ഇസ്രായേൽ പിൻവാങ്ങിയതാണ്. ഇസ്രായേലിന്റെ അതിർത്തിയിലോട്ട് തിരിച്ചു പോയിട്ടുള്ളതാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഹിസ്ബുള്ളയിൽ നിന്നുള്ള ശക്തമായ ചെറുത്തുനിൽപ്പും അതേപോലെ തന്നെ ഹിസ്ബുള്ള ഉപയോഗിച്ചിട്ടുള്ള ഗറില്ല വാർഫെയറുമാണ്. അതിന്റെ മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തതും പിന്നെ UN അടക്കമുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദം ഉള്ളത് കൊണ്ടും കൂടി ആയിരുന്നു അന്ന് അവര് പിന്മാറിപ്പോയെ. അപ്പൊ ഇസ്രായേല് ഏതെങ്കിലും ഒരു സമൂഹത്തിനോടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗ്രൂപ്പിനോടോ തോറ്റിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇന്നേ വരെ സംഭവിച്ചിരിക്കുന്നത് ഹിസ്ബുള്ളയോടാണെന്നുള്ളതാണ്. അപ്പോ അതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഈ ക്രിസ്ത്യൻ MP ആയിട്ടുള്ള, ക്രിസ്ത്യൻ സ്വതന്ത്രനായിട്ടുള്ള MP ആണ് യഥാർത്ഥത്തില്, ക്രിസ്ത്യൻ സ്വതന്ത്ര MP ആയിട്ടുള്ള ഈ പറഞ്ഞ ഏലിയാസ് ജറേദ എന്ന് പറയുന്ന ഈ ഒരു പുള്ളിക്കാരൻ ഇങ്ങനെ ഒരു പ്രസ്താവന പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഇപ്പോ ലെബനോന്റെ ഒരു രാഷ്ട്രീയ ഘടന നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് അതിൽ കുറെ കാര്യങ്ങൾ കാണാൻ പറ്റും. അതായത് ഇപ്പോ രാഷ്ട്രപതി സാധാരണയായിട്ട് ഒരു മറോണൈറ്റ് ക്രിസ്ത്യൻ ആയിരിക്കും ലെബനോനില്.
പ്രധാനമന്ത്രി ഒരു സുന്നി മുസ്ലിം, പാർലമെന്റ് സ്പീക്കർ ഒരു ഷിയ മുസ്ലിം. അപ്പൊ ഇങ്ങനെ മന്ത്രിസഭയിൽ യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഒരേപോലെ തന്നെ പ്രാതിനിധ്യം നൽകുന്ന രീതിയാണ് യഥാർത്ഥത്തിൽ ലെബനോൻ പിന്തുടരുന്നത്. അത് തന്നെ ക്രിസ്ത്യൻ മന്ത്രിമാര് പല തരത്തിലുള്ള ഉപവിഭാഗങ്ങളിൽ നിന്നും കൂടെയുള്ള ആൾക്കാരാണ് അവിടെ ഉള്ളത്. ഇപ്പൊ മറോണൈറ്റ് ക്രിസ്ത്യൻസ് ഉണ്ട്, ഗ്രീക്ക് ഓർത്തഡോക്സ് ഉണ്ട്, ഗ്രീക്ക് കാത്തോലിക് ഉണ്ട്, അർമേനിയൻ ഓർത്തഡോക്സ് ഉണ്ട്, അർമേനിയൻ കാത്തലിക് ഉണ്ട്. ഇങ്ങനെ പല തരത്തിലുള്ള ക്രിസ്ത്യാനിറ്റി തന്നെ പല തരത്തിലുള്ള ഉപഗ്രൂപ്പുകളിൽ നിന്നുള്ള ആൾക്കാരും കൂടെ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇവർക്കൊക്കെയുള്ള പ്രാതിനിധ്യം കൂടെ ഉറപ്പാക്കുന്നുണ്ട് പല സമയത്തും ഈ ലെബനോന്റെ രാഷ്ട്രീയത്തിൽ എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ ലെബനീസ് ഫോഴ്സ് പോലെയുള്ള ക്രിസ്ത്യൻ ബാക്കപ്പ് ഉള്ള ചില സംഘടനകൾ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഹിസ്ബുള്ളയെ വിമർശിക്കുന്ന ആൾക്കാരാണ്. അതായത് ആർമി, ആയുധം എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ അത് ഗവൺമെന്റിന്റെ രാജ്യത്തിന്റെ കയ്യിലായിരിക്കണം, അല്ലാതെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള മിലീഷ്യ ഗ്രൂപ്പിന്റെ കയ്യിലാവരുത് എന്നുള്ളതാണ്. ആ കാഴ്ചപ്പാട് ശരിയുമാണ്. യഥാർത്ഥത്തിൽ ഒരു രണ്ട് വിവിധ തരത്തിലുള്ള ആർമി ഒരേ രാജ്യത്തിനകത്ത് തന്നെ ഉണ്ടാവുക എന്ന് പറയുന്നത് അത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. ഇനിയിപ്പോ ഫ്രീ പാട്രിയോട്ടിക് മൂവ്മെന്റ് പോലെയുള്ള ചില ക്രിസ്ത്യൻ സംഘടനകൾ യഥാർത്ഥത്തിൽ ഹിസ്ബുള്ളയുമായിട്ട് രാഷ്ട്രീയ സഖ്യമുണ്ട്. യഥാർത്ഥത്തിൽ ഹിസ്ബുള്ളന്ന് ഇവിടെ ആൾക്കാർ തീവ്രവാദികളാണ് അതേപോലെ തന്നെ അങ്ങനെയൊക്കെ പറയെങ്കിലും ഹിസ്ബുള്ള എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ലെബനോനിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. പിമാരും മന്ത്രിമാരൊക്കെ ഉള്ള രാഷ്ട്രീയ പാർട്ടിയാ. അപ്പൊ അതിൽ ഈ പറയുന്ന ഫ്രീ പാട്രിയോട്ടിക് മൂവ്മെന്റ് എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷി, അതായത് ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ തന്നെ വരുന്ന ഒരു രാഷ്ട്രീയ കക്ഷി യഥാർത്ഥത്തിൽ ഹിസ്ബുള്ളയുമായിട്ട് സഖ്യത്തിലുള്ള ഒരു കക്ഷിയാണ്. പക്ഷെ എന്ന് വിചാരിച്ചിട്ട് അവരുടെ മിലീഷ്യ ഗ്രൂപ്പുമായിട്ട് ഇവർക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അങ്ങനത്തെ ബന്ധങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അത് തന്നെ ഹിസ്ബുള്ളയെ അനുകൂലിക്കുന്ന ആൾക്കാരും ഉണ്ട്, അതേപോലെ തന്നെ ഹിസ്ബുള്ളയെ തള്ളിപ്പറയുന്ന ആൾക്കാരും ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് യഥാർത്ഥത്തിൽ ലെബനോന്റെ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു രാഷ്ട്രീയത്തിൽ നിന്നിട്ടാണ് ഈ ഒരു പുള്ളിക്കാരൻ ഇങ്ങനെ പറയുന്നത്. ആ പറഞ്ഞ കാര്യം ശരിയുമാണ്. അപ്പൊ ഇല്ലായിരുന്നു എങ്കിൽ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന ഇസ്രായേലിന്റെ സ്വപ്നത്തിന്റെ ഭാഗമായിട്ട് ഒരു ഇച്ചിരിയും പോകുന്ന ഒരു രാജ്യത്തിന് ഇസ്രായേൽ ആഞ്ഞൊന്ന് വലിച്ചു കഴിഞ്ഞാൽ മൂക്കി കയറാൻ മാത്രം ഉള്ളതേ ഉള്ളൂ. ഇസ്രായേലിന് വളരെ ഈസി ആയിട്ട് മൂക്കി കയറ്റാൻ പറ്റുന്ന, വളരെ സിമ്പിൾ ആയിട്ട് കീഴ്പ്പെടുത്താൻ പറ്റുന്ന രാജ്യം തന്നെയാണ് ലെബനോൻ എന്ന് പറയുന്നത്. അപ്പൊ അത് ആ രീതിയിൽ ആസെറ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഹിസ്ബുള്ള തന്നെയാണ്. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ ജോർഡൻ ആണെന്നുണ്ടെങ്കിലും ഇനിയിപ്പോ ഈജിപ്ത് ആണെന്നുണ്ടെങ്കിലൊക്കെ തന്നെ ഏകദേശമൊക്കെ ഇസ്രായേലിനെ അംഗീകരിച്ച് ഇസ്രായേലിനോട് ഒരു അലൈൻമെന്റ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് അവരൊക്കെ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ലെബനോന് അങ്ങനെ ഇസ്രായേലിന് കിട്ടുന്നില്ല. അങ്ങനെ കിട്ടാത്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവിടുത്തെ ഹിസ്ബുള്ളയുടെ പ്രസൻസ് തന്നെയാണെന്നുള്ളതാണ്. അപ്പോ ഏതെങ്കിലും തരത്തിലുള്ള നരനായായിട്ട് ഇവർ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ലെബനോൻ എന്തെങ്കിലും പറയാനോ ഒന്നിനും പറ്റത്തില്ല. ഇപ്പൊ ജോർഡാനൊക്കെ എന്താണോ ചെയ്യുന്നത് ഏകദേശം അതുപോലത്തെ പരിപാടികളൊക്കെ തന്നെയായിട്ട് നിൽക്കേണ്ടി വരും. അപ്പോ ഇങ്ങനെ ഇതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തില് അവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തിനെ അടക്കം സംരക്ഷിച്ചു നിർത്തുന്നതും അതേപോലെ തന്നെ ഇവര് ജയിലിൽ പോവാതെ നിൽക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് ഇറാൻ നടത്തുന്ന റെസിസ്റ്റൻസും ആണെന്നുള്ളതാണ് ഇപ്പൊ ഈ ഒരു MP പറഞ്ഞിരിക്കുന്നത്. അപ്പോ അങ്ങനെ ഒരു ക്രിസ്ത്യൻ MP അങ്ങനെ പറയുന്നതിന്റെ രാഷ്ട്രീയ പശ്ചാത്തലവും അതേപോലെ തന്നെ ഗ്രൗണ്ട് റിയാലിറ്റിയും ആണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്നുള്ളതാണ്.